ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPL-ലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ സാഹിൽ മൽഹോത്ര നേരത്തെ നൽകിയിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ക്രിക്ബസ് IPL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിലും ചില അപ്ഡേറ്റുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഡിസംബർ മാസത്തിലെ 2ാം പകുതിയിലാണ് IPL-ന്റെ ലേലം നടക്കുക. ഇത്തവണയും വിദേശത്ത് വെച്ചുകൊണ്ടാണ് IPL ഓപ്ഷൻ നടക്കുക. UAE, ഒമാൻ, ഖത്തർ എന്നീ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചുകൊണ്ടായിരിക്കും ഓപ്ഷൻ അരങ്ങേറുക. നവംബർ 15-ാം തീയതിയാണ് റീടെൻഷന്റെ അവസാന ദിവസമായി കൊണ്ടുവരുന്നത്. അന്നേ ദിവസം തന്നെയായിരിക്കും ലേലത്തിന്റെ തീയതിയും വേദിയും പ്രഖ്യാപിക്കുക. രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി അവരിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്രീലങ്കൻ താരങ്ങളായ തീക്ഷണ, ഹസരംഗ എന്നീ താരങ്ങളെ ഒഴിവാക്കാൻ ആദ്യം രാജസ്ഥാൻ റോയൽസ് ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അക്കാര്യത്തിൽ അവർക്ക് സംശയങ്ങൾ ജനിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സംഘക്കാര മടങ്ങി എത്തിയിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇനിയിപ്പോൾ ഈ ഒരു താരങ്ങളെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസിന് സംശയങ്ങൾ ജനിച്ചു തുടങ്ങിയത് എന്നാണ് ക്രിക്ബസ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് കൂടി അവർ നൽകിയിട്ടുണ്ട്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ്, LSG, KKR എന്നിവർക്കായിരിക്കും വരുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ താരങ്ങളെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഫ്രാഞ്ചൈസികൾ അത് ഈ 3 ഫ്രാഞ്ചൈസികളാണ്. വലിയ അഴിച്ചുപണികളാണ് CSKയും KKRും LSGയും ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി താരങ്ങൾ ഈ 3 ഫ്രാഞ്ചൈസികളിൽ നിന്നും പുറത്തു പോയേക്കും എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും കാര്യമായ ട്രേഡ് ഡീലുകളും അതുപോലെ തന്നെ നല്ല നീക്കങ്ങളുമൊക്കെ ഇത്തവണത്തെ IPL ഓപ്ഷന് മുന്നേ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.